ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ബീഹാർ മാത്രമാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പക്ഷേ രണ്ട് ഭാഗത്തും ഇരു മുന്നണികളിലും തമ്മിലടിയാണ്. കോൺഗ്രസും RJDയും തമ്മിൽ ഒരു ഭാഗത്ത് തമ്മിലടി, JDUവും LJPയും തമ്മിലാണ് BJP നയിക്കുന്ന സഖ്യത്തിൽ തമ്മിലടി. അപ്പോൾ ബീഹാർ എന്താണ് കാത്തുവച്ചിരിക്കുന്നത്? ബീഹാറിലേക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ ഇന്ത്യയുടെ കണ്ണുകൾ പായുന്നത്. 14-ാം തീയതി നവംബർ മാസം ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഏറ്റവും കെട്ടുറപ്പുള്ള മുന്നണി സംവിധാനത്തിന് ജയിച്ചു വരാവുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ഗഠബന്ധൻ മുന്നണികൾക്കും ഒരുപോലെ തന്നെ വിമത വിഷയം അല്ലെങ്കിൽ കെട്ടുറപ്പിൻ്റെ വിഷയം, കൺസോളിഡേഷൻ്റെ വിഷയം ഉണ്ട്. ആദ്യം കേട്ടത് NDA മുന്നണിയിലെ ചില സ്വാരസ്യങ്ങളാണ്. ഇപ്പോൾ അതിനേക്കാൾ വർദ്ധിത വീര്യത്തോടുകൂടി ഇന്ത്യ മുന്നണി, അതായത് മഹാഗഠബന്ധൻ, അതിൽ വൻപൻ തർക്കങ്ങളാണ്. നോക്കൂ, പക്ഷേ ഏറ്റവും അധികം കെട്ടുറപ്പ് അവകാശപ്പെടുന്ന NDA മുന്നണിയിലെ ഈ തർക്കങ്ങൾ, പ്രത്യേകിച്ച് BJP അവിടെ സൈലന്റ് ആയാലും നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും തമ്മിലുള്ള ഒരു തർക്കമുണ്ടല്ലോ, അതിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ കൃത്യമായി പറഞ്ഞാൽ NDA മുന്നണി വളരെ കൺസോളിഡേറ്റഡ് ആണെന്ന് തോന്നാം, പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ. കാരണം രണ്ട് പ്രധാന കക്ഷികൾ, ഭാരതീയ ജനതാ പാർട്ടിയും ജനതാദൾ യുണൈറ്റഡും, അത് കഴിഞ്ഞാൽ ചില മേഖലകളിൽ സാന്നിധ്യമുള്ള രണ്ട് കക്ഷികളുണ്ട്. ജിതിൻ റാം മഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച, അതുപോലെ ഉപേന്ദ്ര കുശ്വാഹയുടെ, കുശ്വാഹ സമുദായ പാർട്ടിയാണ് ആ ഒരു പാർട്ടി. അപ്പം ഇങ്ങനെ 4 പാർട്ടികളാണ് പ്രധാനമായും NDA മുന്നണിയിലുള്ളത്. അപ്പോൾ തമ്മിലുള്ള ഇപ്പോഴത്തെ നിലവിലെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, തുല്യ എണ്ണം സീറ്റുകളിൽ BJPയും JDUവും മത്സരിക്കുന്നു. 101 സീറ്റുകൾ വീതം. മറ്റ് രണ്ട് കക്ഷികൾക്കും ചെറിയ ഒരു നമ്പറാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്, 6 സീറ്റുകൾ വീതം. പിന്നെ ഉള്ളത് മറ്റ് ചില ചെറിയ കക്ഷികളാണ്. അപ്പോൾ 243 സീറ്റുകളാണുള്ളത്. അതിനകത്തെ വീതം വയ്പ് ഭംഗിയായി തീർന്നു എന്നൊരു പ്രതീതിയാണ് ജനിക്കുന്നത്. എങ്കിലും എത്രത്തോളം ദൃഢമാണ് JDU BJP ഒരു ബാന്ധവം, ഇത് വലിയൊരു വിഷയമാണ്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയൊരു വിഷയമല്ല. കാരണം യഥാർത്ഥത്തിൽ വോട്ട് എത്തിക്കേണ്ട പ്രധാന കക്ഷി BJP ആണ്. അതേസമയം ചില പ്രത്യേക സമുദായങ്ങളുടെ വോട്ടുകൾ എത്തിക്കാൻ, നോൺ യാദവ് OBCയുടെ വോട്ട് എത്തിക്കാൻ കഴിയുന്നത് നിതീഷ് കുമാറിനാണ്. അത് മാത്രമല്ല, ബീഹാറിൽ നിലവിലെ NDA സഖ്യത്തിലെ ഏറ്റവും ശക്തമായ മുഖം, BJPക്ക് ഒരു വലിയൊരു മുഖമില്ല. സുശീൽ കുമാർ മോദി എന്ന ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണശേഷം ആ ലെവലിലെ ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ BJPക്ക് അവിടെ കഴിയുന്നില്ല. പക്ഷേ അതേസമയം സംഘടനാ സംവിധാനം ശക്തമായിക്കൊണ്ടേയിരിക്കുന്നു. അതേസമയം ഈ JDUവിൽ ഒരു അമ്പരപ്പുണ്ട്. നിതീഷ് കുമാറിന് ശേഷം ആര്? അതിൻ്റെ കൃത്യമായ ഉത്തരം കണ്ടെത്താൻ JDUവിന് കഴിയുന്നില്ല. അതുകൊണ്ട് നിതീഷ് കുമാറിൻ്റെ ഏതാണ്ട് അവസാന രാഷ്ട്രീയ അംഗമാണ് ഇതെന്ന് വേണമെങ്കിൽ കരുതാം. അതുകൊണ്ട് നിതീഷ് കുമാറിനെ തൽക്കാലത്തേക്ക് മനസ്സോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യുന്നുണ്ട്. ചിലപ്പോഴൊക്കെ പറയും, ചിലപ്പോഴൊക്കെ സൈലന്റ് ആണ്. ജയിച്ചു വരട്ടെ, അതിനുശേഷം തീരുമാനിക്കാം എന്ന മട്ടിലാണ്. അതുകൊണ്ടാണ് മനസ്സോടെ തന്നെയാണ് അണികൾ മത്സരരംഗത്തേക്ക് പോകുന്നത്. എത്ര പേരാണ് JDUവിൽ ജയിച്ചു വരുന്നത്? അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. BJPയിൽ കൃത്യമായ നമ്പർ ജയിച്ചു വരുമെന്ന ഉറപ്പൊരു പക്ഷേ BJPക്ക് ഉണ്ടാകും. കാരണം ക്രോസ് വോട്ട് നടക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ JDU മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ മുൻകാലങ്ങളിൽ വോട്ട് ഇറോഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ തവണ സംഭവിച്ചത് ചിറാഗ് പാസ്വാന്റെ പാർട്ടി. ആ ചിറാഗ് പാസ്വാന്റെ പാർട്ടി, ഞാനത് അതേക്കുറിച്ച് ഇപ്പോൾ മനഃപൂർവ്വം നേരത്തെ പറയാതിരുന്നതാണ്. LJP, ലോക് ജനശക്തി പാർട്ടി, പസ്വാൻ വിഭാഗം, രാംവിലാസ് പാസ്വാന്റെ പേരിലാണല്ലോ അറിയപ്പെടുന്നത്. ആ പാർട്ടിക്ക് 29 സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം 29 സീറ്റുകൾ ആ പാർട്ടിക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റയ്ക്ക് മത്സരിച്ച പാർട്ടിയാണ്. ആ പാർട്ടി മത്സരിച്ച ഇടങ്ങളിലൊക്കെ ജനതാദൾ യുണൈറ്റഡിൻ്റെ സ്ഥാനാർത്ഥികൾ 8 നിലയിൽ പൊട്ടി. അതിനർത്ഥം എന്താണ്? ആ ഒരു കൺസോളിഡേഷൻ ഇല്ലായിരുന്നു. BJP വാസ് യൂസിങ് LJP ആസ് എ വോട്ട് കട്ടർ. അത് സ്വന്തം മുന്നണിയിലെ തന്നെ വോട്ട് കട്ടർ, ജനതാദളിനെ ഒരു കരക്കാക്കുക, ഒരു മൂലക്കിരുത്തുക എന്ന ഉദ്ദേശത്തിൽ. പക്ഷേ അത് കുറേയൊക്കെ സാധ്യമായി. പക്ഷേ മുഖ്യമന്ത്രി പദം നിതീഷ് കുമാറിന് തന്നെ പോയി. ഇപ്രാവശ്യം LJP മുന്നണിയായി മത്സരിക്കുന്നു.
LJPക്ക് ലഭിച്ച സീറ്റുകളിൽ നല്ല പങ്ക് ജയിക്കാനുള്ള സാധ്യതയും കാണുന്നു. അപ്പോൾ ക്രമേണ പിന്നെ നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ക്ലൗട്ട് അവസാനിക്കുകയും നോൺ യാദവ് OBCയുടെ നല്ലൊരു പങ്ക് BJPയിലേക്ക് ഗാൽവനൈസ് ചെയ്യപ്പെടുകയും ചെയ്യുക എന്ന BJPയുടെ വിശാല പദ്ധതി. അതോടൊപ്പം തന്നെ യാദവ മേഖലയിലും BJP ഇളക്കം തട്ടുന്നുണ്ട്. അത് രാഷ്ട്രീയ ജനതാദളിൻ്റെ തട്ടകമാണ് യാദവ വോട്ടുകൾ. അപ്പോൾ ഇവിടെ എല്ലായിടത്തേക്കും കട്ടിങ് അക്രോസ് കാസ്റ്റ് ലൈൻസ് BJP കണ്ണെറിയുന്നുണ്ട്. അവിടെയാണ് അപ്പോൾ BJPയുടെ ലക്ഷ്യം മുഖ്യമന്ത്രി സ്ഥാനമാണ്. കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ ബീഹാറിൽ BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനം യഥാർത്ഥത്തിൽ ലഭിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ആത്മാർത്ഥമായി BJPക്കാർ, ഈ ബീഹാറിലെ BJPക്കാർ അങ്ങനെ വിശ്വസിക്കുന്നു. അത് തുറന്ന് പറയാനും പറ്റില്ല. കാരണം അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കെട്ടുറപ്പ് എന്ന് പറഞ്ഞാൽ പരസ്പരം മത്സരിക്കുന്ന സീറ്റുകളിൽ അങ്ങനെ ഒരു കാര്യമാണ്. ഈ നാം ആ സീറ്റിന്റെ ഈ വിഭജനം നോക്കിയാൽ മനസ്സിലാവും. BJP, LJP, അതോടൊപ്പം തന്നെ സാറ് നേരത്തെ സൂചിപ്പിച്ച മാഞ്ചിയുടെ പാർട്ടി, ഈ പാർട്ടികളെല്ലാം ഒന്നിക്കുകയാണെങ്കിൽ ഒരു ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം BJPക്ക് ലഭിക്കും. ഞാൻ മുൻപും സൂചിപ്പിച്ചു, ഇതേ പ്ലാറ്റ്ഫോമിലും മറ്റു പല പ്ലാറ്റ്ഫോമിലും സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ 5 പാർട്ടികളെ എടുക്കുക: BJP, JDU, ഹിന്ദുസ്ഥാൻ അവാം പാർട്ടി, കുഷ്വാഹയുടെ പാർട്ടി, അതുപോലെ LJP. അതിൽ പെക്കിംഗ് ഓർഡർ അനുസരിച്ച് BJP കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സാധ്യതയുള്ളത് JDUവിനാണ്. പക്ഷെ JDUവിൻ്റെ സീറ്റ് നമ്പർ വല്ലാതെ കുറയുകയും LJP വലിയ പരിക്കില്ലാതെ നിൽക്കുകയും ചെയ്താൽ LJP, BJP, മറ്റ് ചെറിയ കക്ഷികൾ ഇതെല്ലാം ചേർന്നുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം 101 സീറ്റിൽ മത്സരിക്കുന്ന JDUവിനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഒരുപക്ഷെ ഭൂരിപക്ഷം ലഭിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പം JDUവിൽ ഒരു പിളർപ്പ്, മുഖ്യമന്ത്രി പദം നിർബന്ധമായി വേണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ JDU വല്ലാതെ മെലിയുകയാണെങ്കിൽ വീണ്ടും ഒരു പിളർപ്പിനെ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഇതൊരു പ്രൊജക്ഷൻ മാത്രമാണ്, അങ്ങനെ സംഭവിക്കണമെന്നില്ല. എല്ലാം പണ്ട് നാം ഇതിന് സമാനമായ നീക്കം മഹാരാഷ്ട്രയിൽ കണ്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ശിവസേന പിളർന്നതിന് സമാനമായ രീതിയിൽ തന്നെ ജനതാദൾ യുണൈറ്റഡ് മഹാരാഷ്ട്ര മോഡലാണ് ബീഹാറിൽ വരുന്നത്. കൃത്യമായ മഹാരാഷ്ട്ര മോഡൽ തന്നെയാണ് BJPയുടെ മനസ്സിൽ ബീഹാറിൽ. അത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ ശരിയായി വരണം. അപ്പോൾ അതുകൊണ്ടാണ് മുന്നണിയിൽ പ്രകടമായ കെട്ടുറപ്പിന് പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. പക്ഷെ അടിസ്ഥാനപരമായി എത്രത്തോളം JDU BJP ഒരു ബാന്ധവം, അത് കുറച്ചുകൂടെ സങ്കീർണമാണ്. കേന്ദ്രത്തിൽ JDUവിൻ്റെ കൂടെ പിന്തുണയോടുകൂടിയാണ് BJP ഭരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ വലിയ രീതിയിൽ നിതീഷിനെ പിണക്കി ഒരു അങ്കലാപ്പിലാകാനും BJP തയ്യാറാവില്ല. അതുകൊണ്ട് ഒരു സർജിക്കൽ പ്രിസിഷനോട് കൂടിയുള്ള ഓപ്പറേഷൻ ആയിരിക്കും നടക്കുന്നത്. ഇത് സാധിക്കുന്നില്ല എങ്കിൽ ഒരു ഊഴം കൂടി നിതീഷ് കുമാറിന്റെ മുഖ്യമന്ത്രി പദം എന്നതാവാം ഒരുപക്ഷെ ഒരു കോംപ്രമൈസ്, ഒരു പ്ലാൻ B എന്നത് അവിടെയാണ് നിൽക്കുന്നത്. ഇതെല്ലാം തന്നെ NDAക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രം. ഭൂരിപക്ഷം ലഭിക്കുന്നില്ലെങ്കിൽ ഇത് അർത്ഥമാകുന്നില്ല. അതെ, ഈ മഹാരാഷ്ട്ര മോഡലിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ ആ മഹാരാഷ്ട്ര മോഡലിൽ മറ്റൊരു സംഭവമുണ്ട്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് തമ്മിലടി. അത് തന്നെയാണ് ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിലെ മഹാരാഷ്ട്രയിലെ തമ്മിലടിയുടെ സമാനമായ രീതിയിലോ അതിനേക്കാൾ മോശമായ രീതിയിലോ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ തമ്മിലടി. ആദ്യം തിരഞ്ഞെടുപ്പ് തുടങ്ങുന്ന കാലത്ത് ഞാൻ ഉൾപ്പെടെ പല നിരീക്ഷകരും പറഞ്ഞത് ഇന്ത്യ മുന്നണിക്ക് ചെറിയ പ്രതീക്ഷ വെച്ച് പുലർത്താം. തിരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഇപ്പം ഇത് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കും അനുദിനം. ഇന്നലെ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്നലകൾ രാഷ്ട്രീയം മാറുന്നു, ഇന്ന് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും സാറേ പിന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി യാത്ര, അദ്ദേഹം അവിടെ വലിയ രീതിയിൽ യാത്ര നടത്തുന്നു. 2 മുന്നണികൾ RJDയും തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് പരിപാടികളിൽ ജാഥയായി പോകുന്നു. എന്നിട്ട് പോലും ഒരു ഉണർവ് ഉണ്ടായില്ല. അത് എവിടെയാണ് തിരിച്ചടി പറ്റിയത്? ഉണർവുണ്ടായി, ആദ്യകാലത്ത് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ആദ്യകാലത്ത് നല്ല ഉണർവുണ്ടായി. അണികൾ വലിയ ഊർജ്ജസ്വലരായി പ്രവർത്തിച്ചു. കോൺഗ്രസിന്റെ അണികളും RJDയുടെ അണികളും ഏകോപനത്തോടു കൂടി പ്രവർത്തിച്ചു. അതാണ് വോട്ട് അധികാര യാത്ര. കുറേയൊക്കെ ചലനങ്ങളും ഉണ്ടായി. ആൾക്കൂട്ടം ഒരു സൂചനയാണെങ്കിൽ. പക്ഷെ സീറ്റ് വിഭജനത്തിന്റെ കാര്യം വന്നപ്പോൾ RJD തനി നിറം കാട്ടി. കോൺഗ്രസിന് 70 സീറ്റിൽ മത്സരിക്കാൻ ആയിരുന്നു പണ്ട് കൊടുത്തിരുന്നത്. അത് 19 സീറ്റിൽ മാത്രമേ ജയിച്ചുള്ളൂ. അതുകൊണ്ട് സ്ട്രൈക്ക് റേറ്റ് മോശമാണ് ഇപ്രാവശ്യം. അതുകൊണ്ട് 61 സീറ്റാണ് അലോട്ട് ചെയ്തത്. അതിൽ നിന്നും 2 കൂടി വെട്ടിക്കുറച്ച് 51 യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത്. അപ്പോൾ 2 സീറ്റ് മറ്റ് ചില ഘടകകക്ഷികൾ കോൺഗ്രസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പറയുന്നത് RJDയുടെ കാൻഡിഡേറ്റ്സ് കോൺഗ്രസിന്റെ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ചില സീറ്റുകളിലെങ്കിലും. ഇപ്പൊ നിലവിൽ 13-14 സീറ്റുകളിൽ മുന്നണി
സീറ്റുകളിൽ 2 പാർട്ടികൾ മത്സരിക്കുന്നു. ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടവും നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞു. ഒന്നാം ഘട്ടത്തിന്റെ വിഡ്രോവൽ ടൈം കഴിഞ്ഞിരിക്കുന്നു. രണ്ടാം ഘട്ടത്തിന്റെ വിഡ്രോവൽ അടുത്തു വരുന്നു. അതിനു മുമ്പിൽ തർക്കം പരിഹരിച്ചില്ല എങ്കിൽ കളത്തിൽ 10-14 സ്ഥാനാർത്ഥികൾ പരസ്പരം മത്സരിക്കും. മിക്കതും കോൺഗ്രസ് വേഴ്സസ് RJD. കോൺഗ്രസിന്റെ സംസ്ഥാന PCC പ്രസിഡന്റിന്റെ സീറ്റിൽ പോലും ഒരു RJD സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് കേട്ടു. പക്ഷെ അവസാന നിമിഷം അത് പരിഹരിച്ചു. പക്ഷെ മറ്റു സീറ്റുകളുണ്ട്. അതുപോലെ CPI-MLന്റെ സീറ്റുകളിൽ ചിലതിൽ മറ്റു കക്ഷികൾ മത്സരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും. ഇപ്പൊ 6-7 കക്ഷികളാണുള്ളത്. വലിയ മഹാഗഠബന്ധൻ എന്ന് പറയുന്നത് ശരിക്കും മഹാഗഠബന്ധൻ തന്നെയാണ്. നോക്കൂ, കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷി RJD തന്നെയാണ്. RJD ഇപ്പൊ 130 ചില്ലുവാന സീറ്റുകൾ മത്സരിക്കുന്നു. കൃത്യമായ എണ്ണം അവസാന നിമിഷം വരെയും അറിയാൻ കഴിയുന്നു. 35, 36, 37 ആകാം. കോൺഗ്രസിന് 59 സീറ്റിലാണ് ആത്യന്തികമായി മത്സരിക്കാൻ ആവുക. 61 സീറ്റിൽ ഒരു പക്ഷേ ചിഹ്നം ഉണ്ടാകും. പക്ഷെ 59 സീറ്റിലാണ് മത്സരിക്കാനാവുക. പിന്നീട് വരുന്നത് CPI-ML ആണ് 20 സീറ്റുകളിൽ. CPIക്ക് 6 സീറ്റും CPM-ന് 4 സീറ്റും. പിന്നെ പുതിയ ഒരു പാർട്ടിയെ കൂടി കൂട്ടത്തിൽ കൊണ്ടുവന്നു, ഒരു മത്സര തൊഴിലാളി. അപ്പം VIP പാർട്ടി, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, മുകേഷ് സാഹ്നി നേതൃത്വം നൽകുന്ന ഒരു കക്ഷി. അപ്പൊ കോൺഗ്രസിന് നിർബന്ധം കൊണ്ടാണ് ആ പാർട്ടിയെ ഈ മുന്നണിയിലേക്ക് കൊണ്ടുവന്നത്. കാരണം വിശ്വസിക്കാനാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഒരു നേതാവാണ്. വലിയ ലാർജർ ദാൻ ലൈഫ് ഇമേജ് സ്വയം പറയുന്ന ഒരാളാണ് മുകേഷ് സാഹ്നി. പക്ഷെ അദ്ദേഹത്തിനും 10-15 സീറ്റുകൾ കൊടുത്തിരിക്കുകയാണ്. അപ്പം അവിടെ എത്രത്തോളം കൺസോളിഡേറ്റഡ് ആണ് എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് പൊട്ടലും ചീറ്റിൽ ഒഴിഞ്ഞ്, കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദം നടന്നു. കോൺഗ്രസിന്റെ ഇടയിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച സഖ്യം JMM സഖ്യം ഉപേക്ഷിച്ചു പോയി. അവർ ചോദിച്ചത് 6 സീറ്റെങ്കിലും മത്സരിക്കണമെന്നാണ്. കാരണം ജാർഖണ്ഡിൽ ഈ മുന്നണിയുടെ ഭാഗമായി RJDക്കും കോൺഗ്രസിനും ഒക്കെ സീറ്റ് കൊടുത്തതല്ലേ. അപ്പോൾ ബീഹാർ വരുമ്പോൾ JMMന് ഏതാനും സീറ്റുകൾ ബീഹാർ ജാർഖണ്ഡ് അതിർത്തിയിൽ കൊടുക്കുന്നത് ന്യായമാണ്. അത് കൊടുത്തില്ല. അപ്പോൾ ഒട്ടും കെട്ടുറപ്പില്ലാത്ത രീതിയിലാണ് തിരഞ്ഞെടുപ്പിന് പോകുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ യാദവ് മുസ്ലിം കോമ്പിനേഷനിലാണ് ഈ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത്. യൂത്തിനെ ആകർഷിക്കാൻ തേജസ്വിക്ക് കുറേയൊക്കെ കഴിയുന്നതുമുണ്ട്. പക്ഷേ യൂത്തിനെ ആകർഷിക്കാൻ മറ്റൊരു പ്ലെയർ കൂടിയുണ്ട്. അതായത് ഈ പിന്നെ പുതിയ ഒരു കക്ഷിയാണ് ജൻ സുരാജ് പാർട്ടി, പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി. വലിയ തോതിൽ യൂത്തിനെ ആകർഷിക്കുകയാണെങ്കിൽ തേജസ്വി ആകർഷിക്കുന്ന യൂത്ത് എവിടെ? ഇനി വികസന വോട്ടുകൾ കുറേയൊക്കെ പോകും. BJPക്ക് ലഭിക്കാവുന്ന, അല്ലെങ്കിൽ നിതീഷ് കുമാറിന് അനുകൂലമായി ലഭിക്കാവുന്ന ചില വികസന വോട്ടുകളെങ്കിലും ഒരുപക്ഷെ മാറിപ്പോകാം. അപ്പൊ ഇതെങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായി യാതൊരു ഊഹവുമില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇന്ത്യ മുന്നണി, പ്രത്യേകിച്ച് എന്താ പറയുക, മഹാഗഠബന്ധൻ ഉയർത്തിയ ഒരു ആവേശം ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലെത്തി നിൽക്കുന്ന സമയത്ത് സീറ്റ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മഞ്ഞുമലയിൽ തട്ടി വൻപൻ തകർച്ച നേരിടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷെ അത് വോട്ടെടുപ്പ് വരെയുള്ള സമയത്ത് 2 ഘട്ടങ്ങളിലായിട്ടാണ്. 6-ാം തീയതിയും നവംബർ 6, 11 തീയതികളാണ്. അതിനു മുൻപ് തന്നെ ഒരു വെടിനിർത്തലും പരിഹാരവും ഉണ്ടായില്ല എങ്കിൽ യഥാർത്ഥത്തിൽ പണിപാളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 2 ഇടത്തും, ഒരിടത്ത് സീറ്റ് തർക്കമല്ല, മറിച്ച് വിശ്വാസ തകർച്ചയാണ്. മറുപക്ഷത്തെ കടുത്ത വിലപേശലും സീറ്റ് തർക്കവും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് വോട്ട് കട്ടേഴ്സ് മറുവശത്ത്. ഇനി നോക്കൂ, ഈ സെക്യുലർ, അതായത് മുസ്ലിം പാർട്ടിയായ അസദുദ്ദീൻ ഉവൈസിയുടെ MIM, മുസ്ലിം മജ്ലിസ് ഇന്തിഹാദ്, ആ പാർട്ടി മത്സരിക്കുന്നു. ആ പാർട്ടിക്ക് കിട്ടാവുന്ന വോട്ടുകൾ നല്ലൊരു പങ്ക് ഇന്ത്യ മുന്നണിക്ക് കിട്ടാവുന്ന ന്യൂനപക്ഷ വോട്ടുകളാണ്. അത് ഇന്ത്യ മുന്നണിക്ക് വലിയ ക്ഷീണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് BJPയുടെ ഏജന്റായി ഉവൈസി പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഒരിക്കൽ കൂടെ കേൾക്കുന്നു. അതീവ സങ്കീർണമാണ് ബീഹാറിലെ സ്ഥിതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.